ജെസി സ്വീഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇങ്ങോട്ട് നോക്കിക്കേ, ഒറ്റ കമ്പിൽ തന്നെ 6 കായ്കളാണുള്ളത്. ഈ തണ്ട് നോക്കിക്കേ, 5 കായ്കളാണ് ഒറ്റ തണ്ടിലുള്ളത്. ഈ തണ്ടുകളിലൊക്കെ 4 കായ്കളാണ് ഉള്ളത്. ഒരു ചെടിയിലുള്ള ഈ തണ്ടുകളിലൊക്കെ ട്രിപ്ലറ്റ് കായ്കളാണ്. ഫ്രണ്ട്സ്, ഈ ഒരു കമ്പിൻ്റെ നീളം എന്ന് പറയുന്നത് 12 അടിക്ക് മുകളിലാണ്. ഇത്തരത്തിൽ വിളവ് തരുന്ന ഡ്രാഗൺ തണ്ടുകളും തൈകളും വാങ്ങാനാണ് കടൽ കടന്ന മാലിദ്വീപിൽ നിന്നും ഹരിയാന, UP, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് നേരിട്ട് കർഷകർ എത്തുന്നത്. ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലും ഇന്ത്യയിലെ മിക്ക സ്റ്റേറ്റുകളിലും ഈ ഡ്രാഗൺ തണ്ടുകൾക്ക് വളരെയധികം ആവശ്യക്കാരുണ്ട്. നമ്മുടെ തണ്ടുകൾ വാങ്ങുന്ന കർഷകർക്ക് അതാത് വർഷം തന്നെ പഴം ലഭ്യമാകുന്നുള്ള നിർദ്ദേശങ്ങൾ നൽകി വരുന്നുണ്ട്. ഈ കൃഷിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. ഈ ഡ്രമ്മുകളിൽ ഒന്നിലും മണ്ണ് ഉപയോഗിച്ചിട്ടില്ല. കൃഷി ചെയ്യാൻ ഭൂമിയില്ലെന്ന് കരുതി ഇനി ആരും വിഷമിക്കേണ്ട. 100 മേനി വിളവ് മണ്ണില്ലാതെ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കും. ഇത് ഇന്ന് വിരിയുന്ന മൊട്ടാണ്. അതോടൊപ്പം തന്നെ ഇത് അടുത്ത ആഴ്ച സെറ്റാവുന്ന മൊട്ടുകളാണ്. ഒരു മാസത്തിൽ 3 മുതൽ 4 വരെ വിളവ് നമുക്ക് ഈ മണ്ണില്ലാ കൃഷിയിലൂടെ ലഭിക്കുന്നു. ഈ ഒരു ഡ്രമ്മിൽ 2 ചെടികളാണ് ഉള്ളത്. ഇതിൽ നിന്ന് ഈ 2 ചെടികളിൽ നിന്ന് വരെ ഒരു ദിവസം 65ഓളം പഴങ്ങൾ നമ്മൾ പറിച്ചിട്ടുണ്ട്. ഡ്രമ്മിലെ മണ്ണില്ലാ കൃഷിയിൽ നിന്ന് 3ഉം 4ഉം വിളവ് മാസത്തിൽ കിട്ടാറുണ്ട്. ഇത്തരത്തിൽ ഒരു വർഷത്തിൽ 10 മാസം വരെ നമുക്ക് തുടർച്ചയായി വിളവ് കിട്ടുന്നു. ഒരു മാസം ഈ ഒരു ടെറസിൽ നിന്ന് തന്നെ 2 ലക്ഷം രൂപ പഴത്തിന്റെ വിപണനത്തിലൂടെ നേടുന്നുണ്ട്. 35 മുതൽ 40 വർഷം വരെ റീപോർട്ട് ചെയ്യാതെ ഇതിൽ നിന്ന് നമുക്ക് വിളവെടുക്കാം. മറ്റേത് കൃഷിയെക്കാളും ലാഭകരമായ ഒരു കൃഷിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി. മഴക്കാലം ആയതിനാൽ തന്നെ ഡ്രമ്മിന് അടിഭാഗത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള സുഷിരങ്ങൾ അടഞ്ഞിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അത് സുഷിരങ്ങൾ അടഞ്ഞു പോയാൽ വെള്ളം കെട്ടി നിന്നിട്ട് തണ്ട് ചീയാൻ ഇടവരും. മഴക്കാലത്ത് ഖരരൂപത്തിലുള്ള വളങ്ങളാണ് നൽകേണ്ടത്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് മിക്സഡ് കമ്പോസ്റ്റ്, ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ട ഇവയാണ്. ഇവയിൽ ഏതെങ്കിലും ഓരോന്ന് മാറി മാറി 2 മാസത്തിലൊരിക്കൽ നൽകുന്നു. കോഴിവളം ഉപയോഗിക്കുന്നവർ സമ്പുഷ്ടീകരിച്ച് കോഴിവളം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഫംഗൽ രോഗം വരാതെ ഇരിക്കാനായിട്ട് സാഫ്, വേപ്പെണ്ണ, പശ ഇവ ചേർന്ന മിശ്രിതം സ്പ്രേ ചെയ്യണം. തികച്ചും ജൈവ രീതിയിലുള്ള കൃഷി ആയതിനാൽ ഗുണമേന്മയും വലിപ്പവുമുള്ള പഴങ്ങളാണ് ലഭിക്കുന്നത്. 1 കിലോയ്ക്ക് മുകളിലുള്ള പഴങ്ങളാണ് സാധാരണയായിട്ട് ഇവിടുന്ന് ലഭിക്കുന്നത്. ഇന്ന് പൂവുണ്ട്. അടുത്ത ആഴ്ചയിലേക്കുള്ള മൊട്ടുകളും സജ്ജമായിട്ടുണ്ട്. ഇത് ഇസ്രായേൽ യെല്ലോയുടെ മൊട്ടുകളാണ്. അതെന്താ, ഒരു തണ്ടിൽ 5 മൊട്ടുകളാണ് വീണിരിക്കുന്നത്. തികച്ചും ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നാൽ തന്നെ നല്ല വലിപ്പമുള്ള പഴങ്ങളാണ്. വളരെയധികം നിലവാരമുള്ള പഴങ്ങളായതുകൊണ്ട് തന്നെ ഇത് ഇന്ന് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും ഇത് വാങ്ങാൻ വരും. ഈ പഴങ്ങൾ ഇപ്പോൾ 750 ഗ്രാമിന് മുകളിൽ വലിപ്പമുള്ള പഴങ്ങളാണ്. ഇത് 1 കിലോയ്ക്ക് പുറത്ത് തൂക്കമുള്ള പഴങ്ങൾ ധാരാളം ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പഴത്തിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് വലിപ്പത്തിന് കുറവൊട്ടും സംഭവിക്കുന്നില്ല. മാത്രമല്ല ഈ പഴങ്ങൾ തികച്ചും ജൈവ രീതിയിലായതിനാൽ തന്നെ 2 ആഴ്ച വരെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാം.
കൃഷി ചെയ്യാൻ ഭൂമി ഇല്ലാത്തവർക്കും മണ്ണ് തീരെ ഇല്ലാത്തവർക്കും ഈ രീതിയിൽ കൃഷി ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ള ഏത് കർഷകർക്ക് ഈ കൃഷിയിലേക്ക് വരാവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.